നമസ്കാരം. കേരളത്തിന്റെ അമരക്കാരനെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അനിശ്ചിതത്വത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ് രാഷ്ട്രീയ കേരളം. 2021 രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയ രീതി ആവർത്തിക്കരുതെന്ന കടുത്ത മുന്നറിയിപ്പുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി നിർണയം കീറാമുട്ടിയായി മാറുന്നു. അതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ നിരീക്ഷകർക്ക് കത്ത് നൽകിയത് പുതിയൊരു അധികാര ധ്രുവീകരണത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി ആരെ തീരുമാനിച്ചാലും അത് ബാക്കിയുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തി വേണം നടപ്പിലാക്കാനെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വലിയൊരു കടമ്പയാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കപ്പുറം മെറിറ്റ് മാത്രമാകണം മാനദണ്ഡമെന്ന രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കുമ്പോഴും നേതാക്കളുടെ വ്യക്തിപരമായ അവകാശവാദങ്ങൾ ചർച്ചകളെ ചൂടുപിടിപ്പിക്കുന്നു. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ദീപാദാസ് മുൻഷിയും ഓരോ MLA-മാരെയും കണ്ട അഭിപ്രായം തേടി. മുഖ്യമന്ത്രി നിർണയത്തിൽ അനിശ്ചിതത്വം ഒരു ദിവസം കൂടി തുടരുമെന്നും ഉറപ്പായി. 5 വർഷം മുൻപ് രമേശ് ചെന്നിത്തലയെ മറികടന്ന് VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയത് ഹൈക്കമാൻഡിന്റെ അപ്രതീക്ഷിത ഇടപെടലിലൂടെയായിരുന്നു. അന്ന് കൂടുതൽ MLA-മാരുടെ പിന്തുണ ചെന്നിത്തല അവകാശപ്പെട്ടെങ്കിലും തലമുറമാറ്റം എന്ന ലേബലിൽ ഹൈക്കമാൻഡ് സതീശനെ വാഴിക്കുകയായിരുന്നു. ഇത്തവണയും അത്തരമൊരു ഹൈക്കമാൻഡ് അട്ടിമറി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നേതാക്കൾ. 2021 രമേശ് ചെന്നിത്തലയെ മാറ്റിയ രീതി ആവർത്തിക്കരുതെന്ന് മുതിർന്ന നേതാക്കളായ VM സുധീരനും PJ കുര്യനും നിരീക്ഷകർക്ക് മുന്നറിയിപ്പ് നൽകി. 2021 പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ എത്തിയ നിരീക്ഷകർക്ക് മുന്നിൽ ഉമ്മൻചാണ്ടി ഉന്നയിച്ച ഹൈക്കമാൻഡിന്റെ മനോഗതം എന്ന ചോദ്യം ഇന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. അന്ന് തുറന്ന മനസ്സോടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഖാർഗെ പറഞ്ഞതോടെ ഈ വിഭാഗം രമേശിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഹൈക്കമാൻഡിന്റെ നേതൃമാറ്റം എന്ന ഒറ്റ തീരുമാനമാണ് VD സതീശനെ പദവിയിലെത്തിച്ചത്. അന്ന് ഭൂരിപക്ഷം തനിക്കായിരുന്നുവെന്ന് രമേശ് ആവർത്തിക്കുമ്പോഴും ഹൈക്കമാൻഡ് തീരുമാനം അന്തിമമാണെന്ന സന്ദേശമാണ് സതീശൻ പക്ഷം ഉയർത്തിയത്. ഇപ്പോൾ ഖാർഗെ തന്നെ AICC അധ്യക്ഷനായിരിക്കെ അന്നത്തെ അതേ മനോഗതം സതീശന് തുണയാകുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് K സുധാകരൻ നൽകിയ കത്ത് VD സതീശൻ ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട്. MLA-മാരിൽ ഭൂരിപക്ഷവും വേണുഗോപാലിനൊപ്പമാണെന്ന വാദത്തിനും ഈ കത്ത് കരുത്തു പകരുന്നു. 52 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് KC പക്ഷം അവകാശപ്പെടുമ്പോൾ 35 പേരുടെ പിന്തുണയും ഘടകകക്ഷികളുടെ പ്രീതിയും തനിക്കുണ്ടെന്ന് സതീശനും ഉറച്ചു വിശ്വസിക്കുന്നു. 2011 ഉമ്മൻചാണ്ടിക്കുണ്ടായ മേൽക്കൈ പോലെ സീനിയോറിറ്റിയും പരിചയസമ്പത്തും തനിക്ക് തുണയാകുമെന്നും രമേശ് ചെന്നിത്തല കരുതുന്നുണ്ട്. ഘടകകക്ഷികളുടെ നിലപാടും ഈ ചർച്ചകളിൽ വിധി നിർണയമാകും. മുസ്ലിം ലീഗ് നേതാക്കൾ വൈകിട്ട് നിരീക്ഷകരെ കാണുമ്പോൾ പൊതുവികാരം സതീശന് അനുകൂലമാണെന്ന് അറിയിക്കാനാണ് നീക്കം. എന്നാൽ ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല എന്നും തിരിച്ചും അത് ഉണ്ടാകരുതെന്നുമുള്ള മാത്യു കുഴൽനാടിന്റെ പ്രതികരണം മുന്നണിക്കുള്ളിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഞായറാഴ്ചയോടെ ഡൽഹിയിൽ നിന്നും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. VD സതീശന്റെ പോരാട്ടവീര്യമോ KC വേണുഗോപാലിന്റെ MLA പിന്തുണയോ രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റിയോ ഇതിൽ എന്തിനാണ് അല്ലെങ്കിൽ ഏതിനാണ് ഹൈക്കമാൻഡ് മാർക്കിടുക എന്നത് കണ്ടറിയുക തന്നെ വേണം.